Good evening, everyone. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ക്ലാസ് ആണ് കാൽക്കുലസിന് നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം എന്താണ് നമുക്ക് മോഡുലസ് ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ ആണ് ആദ്യം എടുക്കാനുള്ളത്. ഇന്റഗ്രേഷൻ ഓഫ് മോഡുലസ് ഫംഗ്ഷൻ. അപ്പൊ നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ട്രിക്ക് ഒക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ എങ്ങനെയാണ് മോഡുലസ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാണെങ്കിൽ ഇപ്പം ഇന്റഗ്രൽ ഓഫ് 1 to 8 ഇന്റഗ്രൽ ഓഫ് 1 to 8 would x minus 4 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫംഗ്ഷൻ എഴുതി. ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് മോഡുലസ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? നമ്മൾ മോഡ് എക്സ് ഫംഗ്ഷനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? മോഡ് എക്സിന് 2 വാല്യൂ ആണ് വരുന്നത്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഒന്ന് അത് എക്സ് ആയിരിക്കും എപ്പോ then x is greater than 0. അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും മൈനസ് എക്സ് ആയിരിക്കും then x is less than 0. ഓക്കെ, അപ്പം ഈ ഒരു ഡെഫിനേഷനിൽ കൺഫ്യൂഷൻ ഉള്ളവരൊന്ന് ഓർത്താൽ മതി. ഞാനിപ്പം എന്താണ് മോഡ് 2 എടുക്കുകയാണെന്ന് വിചാരിക്കും. മോഡ് 2 is equal to 2 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം എന്താണ് 2 is greater than 0 ആണ്. പക്ഷെ മോഡ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 2 തന്നെയാ കിട്ടുന്നത്. അതെങ്ങനെയാണ്? -2 എന്ന് പറയുന്നത് is less than 0. അപ്പൊ തന്നിരിക്കുന്ന എക്സിന്റെ മൈനസ് എടുക്കണം. അപ്പൊ -2നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു മൈനസ് എടുത്തു. അങ്ങനെയാണ് 2 കിട്ടിയത്. സോ ഇങ്ങനെയാണ് നമ്മൾ മോഡ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക എന്താണ്? x-4 ആണ്. മോഡ് ഓഫ് x-4 ആണ് വരുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് ഓഫ് x-4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു x-4. എപ്പോ? when x-4 is greater than 0. x-4 0-നേക്കാൾ കൂടുതലാവുമ്പോൾ അത് x-4 ആണ്. അപ്പൊ x-4 is greater than 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 4നെ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x greater than 4. അപ്പൊ x 4-ൽ കൂടുതലാകുമ്പോൾ അതിന്റെ വാല്യൂ x-4 ആണ്. അല്ലെങ്കിൽ എന്ത് വരും? മൈനസ് ഓഫ് x-4 വരും. എപ്പോ? when x-4 is less than 0. അപ്പൊ x-4 ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഈ മൈനസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെസ് ദാന്റെ അപ്പുറത്തേക്ക് എടുക്കാം അല്ലെ? അപ്പം x ലെസ് ദാൻ 4. അപ്പൊ x 4-ൽ താഴെ ആവുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ മൈനസ് ഓഫ് x-4 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 1 to 8 എന്ന് പറയുന്ന ഇന്റർവെല്ലിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇന്റഗ്രൽ ഓഫ് 1 to 8 മോഡ് ഓഫ് x-4 dx എന്ന് പറയുന്നതിനെ എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് 1 തൊട്ട് 4 വരെ. അതായത് 4-ൽ താഴെ ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങനെയാ വരിക? മൈനസ് ഓഫ് x-4 ആണ് വരിക. അപ്പൊ മൈനസ് ഓഫ് x-4 dx പ്ലസ് 4 മുതൽ 8 വരെ ആവുമ്പോൾ ഫംഗ്ഷൻ അല്ലെ 4ന്റെ മുകളിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു x-4 dx. ഇനി ഒന്നുമില്ല, നമ്മൾ നോർമലി ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് മൊത്തത്തിലുണ്ട്. ദെൻ എന്താ വരാം? എക്സിന് x²/2 -4ന് -4x 1 to 4. അതേപോലെ തന്നെ സെയിം x²/2 -4x 4 to 8 വരും. എത്രയാണ് ആൻസർ വരുന്നത്? ഇതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് 4 ഇടുക, ദെൻ 1 ഇടുക. അപ്പൊ മൈനസ് ഓഫ് 4² വരും. 4² is equal to 16. 16/2 is 8 minus 4 into 4 16 അല്ലെ? മൈനസ്
എന്ത് വരും? മൈനസ് 1 ഇട്ട് കൊടുക്കാൻ നേരത്ത് 1/2 മൈനസ് 4 പ്ലസ് ഇവിടെ എന്താ വരുന്നത്? പ്ലസ് 8 സ്ക്വയർ, 8 8 64, 64/2 is equal to 32 വരും. 32 മൈനസ് 4 8 32, അപ്പൊ 32 മൈനസ് 32 0 വരും. മൈനസ് 4 സ്ക്വയർ ബൈ 2 അല്ലെ 16/2 is equal to ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. സീറോ മൈനസ് എന്ത് വരും? 4 സ്ക്വയർ 16, 16/2 is 8, 8 minus 8 minus 16 എന്ന് വരും. സോ എന്താണ് ഫൈനൽ ആൻസർ വരുന്നത്? ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു ഇവിടെ മൈനസ് ഓഫ് ഇവിടെ ഒരു 8 minus 16 minus 8 വരും. ഇവിടെ മൈനസ് 1/2 minus 4 is 7/2 വരും അല്ലെ. 4 2s are 8, minus 8 plus 1 is 7, 7/2 എന്ന് വരും അല്ലെ. minus 7/2 plus 7/4 plus ഒരു 8 വരും. അപ്പൊ ഫൈനൽ ആൻസർ എന്ത് വന്നു? which is equal to 16 minus 7/2 എന്ന് വന്നു. that is equal to 25/2 എന്ന് വന്നു. 16 into 2 is 32, 32 minus 7/2, 25/2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇപ്പൊ മോഡുലസ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യണം? ഫംഗ്ഷന്റെ വാല്യൂവിനെ നമ്മൾ ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക, എന്നിട്ട് ഫംഗ്ഷന്റെ വാല്യൂവിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ബേസിക്കലി നമ്മളുടെ എക്സാംസിന് ഇതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡുലസ് ഫംഗ്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പൊ ഇങ്ങനെയാണ് മോഡുലസ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ ഒരു ട്രിക്ക് ഉണ്ട്. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയാതെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ട്രിക്ക് വർക്ക് ആവണമെന്ന് നോക്കണം. ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കണം: ഇന്റഗ്രൽ a to b മോഡ് ഓഫ് x മൈനസ് c. ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവേണ്ടത്. ഇനി ഈ c എന്ന് പറയുന്ന വാല്യൂ എയുടെയും ബിയുടെയും ഇടയിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ട്രിക്ക് വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? എപ്പോ എന്ത് മോഡുലസിന്റെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇനി ഈ പറയുന്ന രീതിയിലാണ് ഇപ്പൊ ഇതേപോലെ 1 to 8 x minus 4 എന്ന് പറയുന്ന മോഡലാണ് മോസ്റ്റ്ലി മിക്കപ്പോഴും എക്സാമിന് വരിക. അപ്പൊ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതായത് സി എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും ഇടയിലുള്ള ഇന്റർവെല്ലിലാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയടിക്ക് ആൻസർ എഴുതാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഈ അപ്പർ ലിമിറ്റ് ബി എടുക്കാം. ബിനെ നമ്മൾ എന്ത് ചെയ്യണം? സി കുറയ്ക്കാം. ബി മൈനസ് സി, ബിയുടെയും സിയുടെയും ഡിഫറൻസ് കാണാം, സ്ക്വയർ ചെയ്യാം. അതുപോലെ തന്നെ സിയുടെയും എയുടെയും ഡിഫറൻസ് കാണാം. നമുക്കറിയാം, നോക്കിക്കേ, ബി ആണ് സിനേലും കൂടുതൽ. അപ്പൊ ബിയുടെയും സിയുടെയും ഡിഫറൻസ് അല്ലെ, ബിയുടെയും സിയുടെയും ഡിഫറൻസ് കണ്ടു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? സിയുടെയും എയുടെയും ഡിഫറൻസ് കാണാം. എന്താണ്? സി മൈനസ് എ ഡിഫറൻസ് കണ്ടു, സ്ക്വയർ ചെയ്തു ബൈ. അപ്പൊ അതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സെയിം ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടിരുന്നു അല്ലെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആൻസർ കിട്ടിയത് 25/2 എന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഇസ് ഇന്റഗ്രൽ 1 to 8 മോഡ് ഓഫ് x minus 4 dx എന്നായിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം 4 എന്ന് പറയുന്നത് 1ന്റെയും 8ന്റെയും ഇടയിലാണ്.
അപ്പൊ ആദ്യം എന്ത് ചെയ്യണം 8 മൈനസ് 4 ചെയ്തു, സ്ക്വയർ ചെയ്തു, പ്ലസ് എന്ത് ചെയ്യണം 4 മൈനസ് 1 സ്ക്വയർ ബൈ 2. അപ്പം 8 മൈനസ് 4 എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 16 പ്ലസ് 9 ബൈ 2 ദാറ്റ് ഇസ് 25 ബൈ 2. ഒറ്റയടിക്ക് ആൻസർ കിട്ടി. യൂഷ്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മോഡ് ഫംഗ്ഷൻസിന് തരാറ് നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാംസിന്. പിന്നെ എന്താണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് എക്സാംസ് വരുമ്പോഴാണ് മോഡ് ഫംഗ്ഷൻസിന്റെ കോമ്പറ്റീറ്റീവ് ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെയാണ് തരേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിമിലർ അല്ല, കുറച്ചൊരു ഡിഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്റഗ്രൽ -3 to 4 മോഡ് ഓഫ് x plus 2. ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മുടെ ട്രിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ട്രിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഫോർമാറ്റ് എങ്ങനെയായിരുന്നു. ഇന്റഗ്രൽ -3 to 4 നോക്കാം. മോഡ് ഓഫ് x മൈനസ് സി എന്നായിരുന്നു. അപ്പം x -2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ട്രിക്ക് വർക്ക് ആവും. അപ്പോ നമുക്കറിയാം അല്ലെ, -3ന്റെയും -4ന്റെയും ഇടയിലാണ് -2 വരുന്നത്. സോ നമ്മുടെ ട്രിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്ത് ചെയ്യണം, 4 minus -2 the whole square plus -2 -3 വരും. -2 plus 3 divided by 2 the whole square എന്ന് വരും. That is equal to എന്ത് വരും, 4 minus -2 എന്ന് പറയുമ്പോൾ 4 plus 2 6. 6ന്റെ സ്ക്വയർ is 36 plus -2 plus 1 plus 3 എന്ന് പറയുമ്പോൾ 1 ആണ്. 1ന്റെ സ്ക്വയർ is 1 by 2. That is equal to 37 by 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേഷന്റെ ബാക്കിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമുക്ക് ഇവാലുവേഷൻ ഓഫ് ഏരിയ എന്ന് പറയുന്ന ടോപ്പിക് ബാക്കിയുണ്ട്. ഇവാലുവേഷൻ ഓഫ് ഏരിയ, എങ്ങനെയാണ് ഏരിയ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവാലുവേഷൻ ഓഫ് ഏരിയ നമുക്കറിയാം ഇന്റഗ്രേഷന്റെ ഒരു ഇതാണ് അല്ലെ. ഇന്റഗ്രേഷൻ വെച്ച് നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനൊരു കർവ് ഉണ്ടെന്ന് വിചാരിക്കുക. സി ഇങ്ങനൊരു കർവ് ഉണ്ട്. ഈ കർവിനെ ഞാൻ y is equal to f of x എന്ന് വിളിച്ചു. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കും. എ തൊട്ട് ബി വരെയുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് ഈ കർവിന്റെ അണ്ടർ, എ തൊട്ട് ബി വരെ ഈ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടുപിടിക്കണം. അതായത് എ ടു ബി, ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. അപ്പൊ ഏരിയ അണ്ടർ, ഈ ഒരു ഏരിയ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആണ് ഈ ഒരു ഏരിയ കിട്ടാനായിട്ട്. ഈ ഒരു ഏരിയ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ. നമ്മൾ എന്ത് ചെയ്യുക, ഡെഫിനറ്റ് ഇന്റഗ്രൽ എടുക്കുക. എ തൊട്ട് ബി വരെ ഇന്റഗ്രൽ എന്ത് ചെയ്താൽ മതി, എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ കിട്ടും. അപ്പൊ ഇനിയിപ്പം ഈ കർവ് ഇങ്ങനെ വരുന്നതിന് പകരം ഈ കർവ് ഇങ്ങനെ ആയിരുന്നെങ്കിലോ, സി ഇപ്പൊ ഇങ്ങനെ ആയിരുന്നു എന്ന് വിചാരിക്കും. നമുക്ക് വൈ ആക്സിസിൽ 2 പോയിന്റ്സ് എടുക്കുന്ന പോലെ കർവ് വരാം അല്ലെ. കർവ് ഇങ്ങനെ വരാം. ഇങ്ങനെയാണ് കർവ് എന്ന് വിചാരിക്കാം. നമ്മുടെ കർവ് ഇങ്ങനെയാണ്. ഞാൻ ഇവിടെ 2 പോയിന്റ്സ് എടുത്തു. ഇപ്പം സി ബി എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് എടുത്തു. ദിസ് ഇസ് ബി പോയിന്റ് ആൻഡ് ദിസ് ഇസ് സി പോയിന്റ്. അപ്പൊ ഇതിന്റെ ഈ കർവ് എൻക്ലൂസ് ചെയ്യുന്ന ഏരിയ, ഈ കർവിന്റെ അടിയിലുള്ള ഏരിയ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിനെ ഇത് എക്സിന്റെ ഫംഗ്ഷൻ അല്ല അല്ലെ, ഇത് എന്തിന്റെ ഫംഗ്ഷനാ, വൈയുടെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിനെ എനിക്ക് ജി ഓഫ് വൈ എന്നങ്ങാനും ഈ കർവിനെ ഞാൻ ജി ഓഫ് വൈ എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ ഏരിയ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കുക, ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് വരും, ആക്ച്വലി ഓഡിബിൾ അല്ലേ? ഓക്കെ. ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് വരും, സി ടു ഡി. ഏരിയ ഇസ് ഈക്വൽ ടു സി ടു ഡി ജി ഓഫ് വൈ ഡി വൈ എന്ന് വരും. സോ ഇതൊന്ന് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഏരിയ അണ്ടർ ദ കർവ് എന്ന് ചോദിക്കുക. കാരണം എഞ്ചിനീയറിംഗ് മാത്സിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ വലിയ കർവ്സിന്റെ ഇടയിലുള്ള ഏരിയ ഒക്കെ കണ്ടുപിടിക്കുന്ന പോലത്തെ പ്രൂഫ് പോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ ബിടെക് ടൈമിൽ വന്നിരുന്നത്. സോ കോമ്പറ്റീറ്റീവ് എക്സാംസിന് ബേസിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏരിയ അണ്ടർ ദ കർവിന് കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഗേറ്റ് പോലത്തെ എക്സാംസിനാണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ അണ്ടർ ദ കർവ് ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ ഏരിയ
find the area of the region bounded by the curve. Curve തന്നിട്ടുണ്ട്. Curve തന്നിരിക്കുന്നത് എന്താണ്? y is equal to x square എന്ന curve ആണ്. From point തന്നിട്ടുണ്ട് x is equal to 0 to x is equal to 3. അപ്പൊ 0 to 3 നിന്ന് നമ്മുടെ y is equal to x വരും. അപ്പൊ കുറച്ച് ബേസിക് ആയിട്ടുള്ള കർവ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് y is equal to x square എന്ന് പറഞ്ഞ കർവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. y is equal to x square എന്ന് പറയുന്ന കർവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ദിസ് ഇസ് y is equal to x square എന്ന് പറയുന്ന കർവ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് പോയിന്റ് 0 തൊട്ട് 3 വരെ ഉള്ളപ്പോ ഈ കർവിന്റെ അടിയിലുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏരിയ കണ്ടുപിടിക്കാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഏരിയ is equal to എന്ത് ചെയ്യാം? ഇന്റഗ്രൽ 0 to 3 x square dx. സിമ്പിൾ ആണ് അല്ലെ? x സ്ക്വയറിന് എന്ത് ചെയ്യാം? x cube by 3 0 to 3. അപ്പൊ 3 cube by 3 എന്ന് വരും. ദാറ്റ് ഇസ് 3 സ്ക്വയർ, ദാറ്റ് ഇസ് 9 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? 9 യൂണിറ്റ്സിന്റെ സ്ക്വയർ ആണ് അല്ലെ? യൂണിറ്റ്സിന്റെ സ്ക്വയർ ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. 9 യൂണിറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് കിട്ടി. അപ്പൊ ഏരിയ അണ്ടർ ദ കർവിൽ ഇതേപോലത്തെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കർവ് വരയ്ക്കുമ്പം ഇവിടെ നമ്മുടെ ലിമിറ്റ് എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? 0 മുതൽ 3 വരെ ആയിരുന്നു അല്ലെ? അപ്പം ഇതേ ലിമിറ്റ് തന്നെ അവർക്ക് -3 to 3 എന്ന് പറഞ്ഞ് കൊടുക്കായിരുന്നു. അപ്പൊ അങ്ങനെയാണ് വരുന്നത് എങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ക്വസ്റ്റ്യൻ എടുക്കുക. ഈ ക്വസ്റ്റ്യനിലല്ല വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. നമുക്ക് തന്നിരിക്കുന്ന കർവ് എന്ന് പറയുന്നത് y is equal to x ആണ്. ഓക്കെ, ഫ്രം -4 to 4. ഈ കർവിന്റെ അടിയിലുള്ള ഏരിയ അണ്ടർ ദ കർവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫ് വരയ്ക്കാം. -4 to 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം -4 എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് 4. അപ്പം y is equal to x എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെയാണ് പോവാ അല്ലെ? വൈക്കും എക്സിനും ഒരേ വാല്യൂസ് വരുന്ന കർവ്. ദിസ് ഇസ് ഈക്വൽ ടു y is equal to x. അപ്പം ഇത് -4 ആവുമ്പോഴും ഇത് 4 ആവുമ്പോഴും ഈ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദിസ് ഏരിയ, ഈ ഏരിയ ആണ് നമുക്ക് മെയിൻലി എന്ത് ചെയ്യേണ്ടത്? ഈ ഷെയ്ഡഡ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയും. അപ്പൊ നമ്മൾ നേരത്തെ പോലെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾ ഏരിയ അണ്ടർ ദ കർവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇന്റഗ്രൽ -4 to 4 x dx എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ ഇവിടെ 0 കിട്ടും അല്ലെ? ഒരിക്കലും ഏരിയ ഒരിക്കലും 0 ആവില്ല. സോ ഇങ്ങനെ 0 കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, അതായത് എന്താ, ഒരു നെഗറ്റീവും പോസിറ്റീവും ഏരിയ അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടോട്ടൽ വാല്യൂ 0 ആയി പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഇന്റർവെല്ലിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി? നമുക്കറിയാം സിമെട്രിക്കൽ ആയിട്ടുള്ള ഏരിയ ആണ്. എന്ത് ചെയ്താൽ മതി? 0 to 4ന്റെ ഏരിയ കണ്ടുപിടിച്ച് 2 ടൈംസ് എടുത്താൽ മതി അല്ലെ? അപ്പൊ ദിസ് ഏരിയ is equal to 2 times ഇന്റഗ്രൽ 0 to 4 x dx എന്ന് കൊടുത്താൽ മതി. 2 times ഇന്റഗ്രൽ 0 to 4 x dx എന്ന് എടുത്താൽ മതി. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 2 times എക്സിന്റെ x square by 2 എന്ന് വരും. 0 to 4 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് പറ്റും? 4 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഇസ് 16 നമുക്ക് എന്ത് ചെയ്തു? ആൻസർ കിട്ടി. 16 നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഇതേപോലെ ഈ ഏരിയ അണ്ടർ ദ കർവ് വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? കർവ് വരച്ചു നോക്കുക. കർവ് വരച്ചു നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ? ഇവിടെ ഇപ്പൊ ഇങ്ങനെ ട്രയാങ്കിൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഏരിയ എടുക്കാം അല്ലെ? ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏരിയ എടുക്കുകയും ചെയ്യാം. പക്ഷെ വേണ്ട, ഇന്റഗ്രേറ്റ് ചെയ്തോ. അപ്പൊ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. 16 ആൻസർ കിട്ടി. സോ ഈ ഏരിയ അണ്ടർ ദ കർവില് ഇങ്ങനെ മൈനസ് എന്ന് പറയുന്ന ഒരു വാല്യൂ 0 to അല്ലാണ്ട് നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ വാല്യൂ 0 ആയി പോകുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരേണ്ട എന്താണ്? അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഓവർലാപ്പ് വന്നിട്ടാണ് ഇഫക്റ്റീവ്ലി നമുക്ക് 0 വാല്യൂ കാണിക്കുന്നത്. പക്ഷെ ഏരിയ എന്തല്ല? 0 അല്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യാ? അപ്പൊ തന്നെ എന്ത് ചെയ്യാ? ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കാം. ഇനി ഡബിൾ ഇന്റഗ്രേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും? ഏരിയ കണ്ടുപിടിക്കും. എങ്ങനെയാണ് ഏരിയ ബൈ ഡബിൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഏരിയ ബൈ ഡബിൾ ഇന്റഗ്രേഷൻ. ഡബിൾ ഇന്റഗ്രേഷൻ വഴി ഏരിയ കണ്ടുപിടിക്കാൻ നേരത്ത് എങ്ങനെയാണ് ഏരിയയുടെ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏരിയ ബൈ ഡബിൾ ഇന്റഗ്രേഷൻ
അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ ഡബിൾ ഇന്റഗ്രേഷൻ വഴി കണ്ടുപിടിക്കാൻ നേരത്തെ എങ്ങനെയാണ് വരാന്ന് വെച്ചാൽ ഏരിയ ഇസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓഫ് എന്താ ഡി എക്സ് ഡി വൈ എന്നെടുത്താൽ മതി. അതായത് നമ്മൾ എന്ത് ചെയ്യാം, എക്സിന്റെ ലിമിറ്റും വൈയുടെ ലിമിറ്റും എന്ത് ചെയ്യുക, സ്പെസിഫൈ ചെയ്യുക. എന്നിട്ട് ഡബിൾ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡി വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏരിയ കിട്ടും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ ആയിട്ട് വരെ എക്സാംസിന് ചോദിക്കാറുണ്ട്, ഹൗ ടു ഫൈൻഡ് ദ ഏരിയ ബൈ ഡബിൾ ഇന്റഗ്രേഷൻ. എന്നിട്ട് ഇങ്ങനെ അവർ ഇക്വേഷൻ തരുമ്പോ എന്ത് ചെയ്യുന്ന അറിയാമോ, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ഇവിടെ ഇടയിൽ ഒരു ഫംഗ്ഷൻ എടുക്കും. ഇവിടെ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. 1 into dx dy എന്നാ വരുന്നത് അല്ലെ, ഒന്നുമില്ല ഫംഗ്ഷൻ ഇടയിൽ. അപ്പം ഡബിൾ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡി വൈ അല്ലെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓഫ് 1 into dx dy എന്ന് ഓർത്ത് വെക്കാം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.